ദാമ്പത്യ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരസ്പര വിശ്വാസം. പല ദാമ്പത്യ ജീവിതങ്ങളും തകർച്ചയുടെ വക്കിലെത്തിയിട്ട് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ദമ്പതികളെ കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നാറുണ്ട്. ജീവിതത്തിന്റെ പകുതിയും ജീവിച്ചു തീർത്ത് മധ്യാഹ്ന കാലഘട്ടത്തിൽ അവർക്ക് ലൈഫ് മടുത്ത് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കാണുമ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു സ്വരച്ചേർച്ചയില്ല എന്ന പരാതി പാർട്ട്നേഴ്സിന് ഇരുഭാഗത്തു നിന്നും ഉണ്ടാവുമ്പോൾ ഇന്നത്തെ സാഹചര്യങ്ങളുമായി നമുക്കതെങ്ങനെ അത്തരമൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാം എന്നതാണ്. പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഉടനീളം വേണ്ടതാണ്. അത് പാർട്ട്നേഴ്സ് അല്ല, എല്ലാവരും തമ്മിലും. എസ്പെഷ്യലി ഒരു ഫാമിലി മുന്നോട്ട് നയിക്കുന്നത് ഹസ്ബൻഡും വൈഫും ആയതുകൊണ്ട് പരസ്പര വിശ്വാസം നമുക്കെപ്പോഴും അവർക്കിടയിൽ വേണ്ടത് അത്യാവശ്യമാണ്. രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീയും പുരുഷനും ഒരുമിച്ചൊരു ജീവിതം ആരംഭിക്കുമ്പോൾ അതിൽ കുറവുകളും കുറ്റങ്ങളും ധാരാളം കാണാം. ആ കുറവുകളും കുറ്റങ്ങളും പരസ്പരം പറഞ്ഞ് ലൈഫ് മുന്നോട്ട് പോകുന്നതാണ് പാർട്ട്ണർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ വളർന്ന ചുറ്റുപാടായിരിക്കില്ല എന്റെ പാർട്ട്ണർ വളർന്ന ചുറ്റുപാട്. എന്നെ അഡ്ജസ്റ്റ് ചെയ്യാനും അദ്ദേഹത്തെ അഡ്ജസ്റ്റ് ചെയ്യാനും പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ് ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ മാരീഡ് ലൈഫ്. അതെല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. പണ്ടത്തെ പോലെയല്ല, സ്ത്രീകളും ഇന്ന് ജോലിക്കായി പുറത്തു പോകുന്നുണ്ട്. പുരുഷന്മാരും ജോലിക്കായി പോകുന്നു, സ്ത്രീകളും ജോലിക്കായി പോകുന്നു. പണ്ട് പ്രഗ്നന്റ് ആവുക എന്ന് പറഞ്ഞാൽ സ്ത്രീ മാത്രമാണ് പ്രഗ്നന്റ് ആവുന്നത്. പക്ഷെ ഇന്ന് പ്രഗ്നന്റ് ആവുന്നു എന്ന് പറഞ്ഞാൽ ദേ ആർ പ്രഗ്നന്റഡ് എന്നാണ് പറയുന്നത്. ദേ മീൻസ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ഒരു സ്ത്രീ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയാണെങ്കിൽ പുരുഷനും ആ സ്ത്രീയുടെ ഹസ്ബൻഡും മനസ്സിൽ ഗർഭം ധരിക്കുന്നു എന്നതാണ് അർത്ഥം. കാരണം സ്ത്രീയും പുരുഷനും തുല്യ പ്രാധാന്യമുണ്ട് കുഞ്ഞുണ്ടാവാൻ, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഗർഭം ധരിക്കുന്നു, പ്രസവിക്കുന്നു, കുഞ്ഞിനെ നോക്കുന്നു, കുഞ്ഞിനെ പഠിപ്പിക്കുന്നു, എല്ലാ ചുമതലകളും നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നു. കുട്ടികളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നമ്മൾ ആരെ പറയുന്നു? സ്ത്രീകളെ പറയുന്നു. ഇന്നത്തെ സ്ത്രീകൾക്ക് ഡബിൾ റോൾ അല്ല, ഒരുപാട് റോളുകൾ അറ്റ് എ ടൈം ചെയ്യേണ്ടി വരുന്നു. എന്നിട്ടും ആ റോളുകളൊക്കെ കറക്റ്റായി ചെയ്ത് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളിലും ഒരുപാട് സ്വരച്ചേർച്ചകൾ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അതിന് ഉത്തരവാദി ആരായിരിക്കാം? പുരുഷൻ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പരിധിവരെ അവർക്കിടയിൽ തന്നെയുള്ള പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളുടെ തുടക്കം കുറിക്കുന്നത് ഒന്ന് ഈഗോ, രണ്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയ്ക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചു നേരം നമ്മളുടേതായ ഒരു സമയം എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ അവർക്ക് കാണുന്നില്ല. പരസ്പര ഇഷ്ടങ്ങളാണെങ്കിലും ആശയങ്ങളാണെങ്കിലും പരസ്പരം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആയി മാറുന്നത്. അന്ന് കഴിയുന്ന കാര്യങ്ങൾ തന്റെ പാർട്ട്ണറോട് പറഞ്ഞ് മനസ്സ് ശാന്തമായി ഉറങ്ങാൻ കിടക്കുന്ന ഒരു പാർട്ട്ണറുടെ ലൈഫും വളരെ സ്ട്രെസ്സായിട്ട് ഉറങ്ങാൻ കിടക്കുന്ന ഒരു ലൈഫും എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിനിടയ്ക്ക് നമ്മുടെ ജീവിത തിരക്കിനിടയ്ക്ക് നമുക്കിടയിൽ ഹസ്ബൻഡിനും വൈഫിനും ഇടയിൽ അല്പനേരം സംസാരിക്കാൻ സമയം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. പരസ്പരമുള്ള ഇഷ്ടങ്ങളും തമാശകളും അല്ലെങ്കിൽ ആശയങ്ങളും അന്നത്തെ വിശേഷങ്ങളും ഒക്കെ പരസ്പരം പറയാൻ കുറച്ച് സമയം നമ്മൾ മാറ്റിവെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ
നമ്മുടെ ലൈഫ് എന്നും ബോറായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു റൊമാൻറ്റിക് ലൈഫായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ദാമ്പത്യം വളരെ മനോഹരമായിട്ട് തോന്നുന്നത്. അവിടെ കൊച്ചു കൊച്ചു വഴക്കുകൾ ഉണ്ടാവാം, തമാശകൾ ഉണ്ടാവാം, കളി ഉണ്ടാകാം, ചിരി ഉണ്ടാകാം, എല്ലാം ഉണ്ടാവണം. എല്ലാം ഉണ്ടാകുമ്പോഴാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്. പലരും വന്ന് പറയാറുണ്ട്, എന്റെ ജീവിത തിരക്കിനിടയ്ക്ക് അല്ലെങ്കിൽ എന്റെ ബിസി ലൈഫിനിടയ്ക്ക് എനിക്ക് ഇതിനൊന്നും സമയം കിട്ടാറില്ല എന്ന്. ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഒരു 5-10 മിനിറ്റ് നമ്മൾ ഓഫീസിൽ നിന്ന് വന്ന് ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ കുട്ടികളോടും നമ്മുടെ ഹസ്ബൻഡിനോടും അല്ലെങ്കിൽ വൈഫിന്റെയും കൂടെ ഇരുന്ന് ഒരു 5-10 മിനിറ്റ് നമ്മളൊരു ടീ ബ്രേക്ക് എടുത്താൽ അത് തന്നെ ധാരാളം. നമ്മൾ അതിന് പുറത്തു പോകണമെന്നോ വലിയ പൈസ മുടക്കി നമ്മൾ ദൂരെ വിനോദയാത്രയ്ക്ക് പോകണമെന്നോ ഒന്നും ആവശ്യമില്ല. കുറച്ചു നേരം സ്വന്തം കുടുംബത്തോടൊപ്പം ഇരുന്ന് നമ്മള് തമാശകളും കളികളും വിശേഷങ്ങളും ഒക്കെ പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജി അല്ലെങ്കിൽ ആ മനസ്സിന്റെ ഒരു ഉണർവ് നമുക്ക് എത്ര തന്നെ പണം നമ്മൾ ഉണ്ടാക്കിയാലും നമ്മൾ എത്ര തന്നെ ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങിച്ചു കൊടുത്താലും അതിൽ നിന്ന് നമുക്ക് കിട്ടില്ല. സ്നേഹമുള്ള ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ധൈര്യം, സ്നേഹമുള്ള ഒരാൾ എന്നെ കാത്തിരിക്കാനുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എനർജി, ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പാർട്ട്. അത് നമ്മൾ അനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ ഓരോ പാർട്ട്ണറും, ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫും, വൈഫാണെങ്കിൽ ഹസ്ബൻഡും പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളിൽ നിന്ന് ആ ഒരു എനർജി. ഞാനൊന്ന് തളരുമ്പോ എന്റെ തോളിൽ തട്ടി സമാധാനിപ്പിക്കാൻ എന്റെ പാർട്ട്ണർ ഉണ്ട്. എനിക്കൊരു പ്രശ്നം വരുമ്പോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്റെ തലയൊന്ന് ചായ്ക്കാൻ എന്റെ പാർട്ട്ണർ ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ലൈഫ് എപ്പോഴും എനർജറ്റിക് ആയി തോന്നുന്നത്. വീട്ടിൽ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ വരവും കാത്തിരിക്കുന്ന, നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിരിക്കുന്ന, നമ്മുടെ കുറവുകളും കുറ്റങ്ങളും മനസ്സിലാക്കാതെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളുണ്ട്, എന്നെ വിശ്വാസമുള്ള ഒരാളുണ്ട് എന്ന് തോന്നുമ്പോഴാണ് വീട് നമുക്കൊരു സ്വർഗമായി തോന്നുന്നത്. അങ്ങനെ ഉള്ള ലൈഫ് മുന്നോട്ട് പോകുന്ന ദമ്പതികൾക്കാണ് സ്നേഹമുള്ള, റെസ്പെക്റ്റുള്ള, ഭാവിയുടെ വാഗ്ദാനങ്ങളായ നല്ല കുഞ്ഞുങ്ങളെ നമുക്ക് ഭാവിയിലേക്ക് വേണ്ടി കരുതി വെക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു ദമ്പതികളായി മാറാൻ എന്നും എപ്പോഴും നിങ്ങൾക്കിടയിൽ സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കണം. സ്നേഹം എന്ന് പറയുമ്പോൾ എപ്പോഴും കൂടെ ഇരിക്കുന്നതോ കൂടെ നടക്കുന്നതോ അല്ല. ഞാൻ തളരുമ്പോൾ എന്നെ പിടിക്കാൻ ഒരു കൈകളുണ്ട് എന്ന ധൈര്യം. ആരെതിർത്താലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടെന്ന് അറിയുമ്പോൾ അതിനേക്കാൾ വലിയ ധൈര്യമൊന്നും അതിനേക്കാൾ വലിയ സമ്പത്തൊന്നും ഒരു സ്ത്രീയും ഒരു പുരുഷനും ആഗ്രഹിക്കുന്നില്ല. ഇത് സ്ത്രീ മാത്രം ആഗ്രഹിക്കുന്നതല്ല, പുരുഷനും ആഗ്രഹിക്കുന്നതാണ്. തന്റെ വീടും തന്റെ മക്കളും സ്വർഗമാണെന്ന് തോന്നുന്നിടത്താണ് ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. തന്റെ ഹസ്ബൻഡും തന്റെ മക്കളും തന്റെ എല്ലാമാണെന്ന് ഒരമ്മ കരുതുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ കരുതുമ്പോഴാണ് ആ വീട് സ്വർഗമാകുന്നത്. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാൻ കഴിയുന്നത് ഒരേ ഒരു കാര്യം കൊണ്ടാണ്, സ്നേഹം. സ്നേഹം കൊണ്ട് തോൽപ്പിക്കാൻ കഴിയാത്തതൊന്നും നമ്മുടെ ലോകത്തിലില്ല. അല്പം ക്ഷമയും അല്പം സ്നേഹവും പരസ്പരം മനസ്സിലാക്കലും, ഇത് മതി ഒരു ദാമ്പത്യത്തിന്റെ വിജയത്തിന്. നിങ്ങൾക്കെല്ലാവർക്കും അതിനായി കഴിയട്ടെ. നല്ല ഒരു ജീവിതം മുന്നോട്ട് നയിക്കാനാവട്ടെ.